ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പറയേണ്ടത് എന്നോടോ അല്ലെങ്കിൽ ജയേട്ടനോടോ ആണ്. ജയേട്ടനോട് പറഞ്ഞതാണല്ലോ. ഞാൻ സംസാരിക്കുന്നതിനിടയില് വർത്തമാനം പറയുന്നത് എനിക്കിഷ്ടമല്ല. കയറി ഭരിക്കാനാ ഉദ്ദേശമെങ്കിലേ അത് കയ്യിൽ വെച്ചാ മതി. ഭരിക്കും. നീ എന്തോ ചെയ്യും? നിന്റെ തള്ള സംസാരിക്കാത്തോണ്ടാ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഊമയായവരെ പാട്ടുകാരെന്ന് വിളിക്കണോ? ഇനി എന്റെ അമ്മയെ കുറിച്ച് ഇവള് വല്ലതും പറഞ്ഞോ ഉറപ്പായിട്ട് ഞാൻ അവളെ തല്ലും. ആ നാണക്കേട് സഹിക്കാൻ പറ്റൂലെങ്കിലേ ഇവളെ വിളിച്ചോണ്ട് പോ. എന്താ ഇവിടെ? കേട്ടോ ജയേട്ട ഇവള് പറയുന്നത്? എന്റെ മോളെ ഇവള് തല്ലൂന്ന്. തല്ലുവന്നു? എന്തിന്? എന്താ ചിന്നു പ്രശ്നം? നീ എങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ? ഇവളേക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട് ജയേട്ടാ. നീലിമ നീ ഒന്നും മിണ്ടാതെ നിൽക്കേ, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താ മോളെ, എന്താ ഉണ്ടായത്? ഞാനും അമ്മയും ഈ വീട്ടിലെ ജോലിക്കാര് തന്നെയാ സാറേ. എന്ന് കരുതി ഞങ്ങളും മനുഷ്യരല്ലേ. എന്നെ എപ്പ കണ്ണിന് നേരെ കണ്ടാലും ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കണം. എന്റെ അമ്മ സംസാരിക്കാത്ത ആളാ. അതിന് ഇവര് രണ്ടുപേരും അമ്മയെ കളിയാക്കുക. എന്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞ എനിക്കത് സഹിക്കില്ല സാറേ. മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ നോക്കില്ല. അനസൂയ എന്റെ അമ്മയെ കളിയാക്കിയത് കൊണ്ടാ ഞാൻ തല്ലൂന്ന് പറഞ്ഞത്. സാറിന് ഞങ്ങളെ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറാ. പക്ഷേ ഇതൊന്നും കേട്ട് മിണ്ടാതെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. സാർ ക്ഷമിക്കണം. ഓ പിന്നെ സാറ് ക്ഷമിച്ചു. നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങി പോടി. അതോ പിടിച്ചിറക്കി വിടണോ നിന്നെയൊക്കെ? നിർത്തു നീലിമേ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വടി കൊടുത്ത് അടി വാങ്ങുന്ന സ്വഭാവം പണ്ടേ നിനക്കൊള്ളതാ. നീ എന്തിനാ സീതയെ പരിഹസിച്ച് സംസാരിക്കാൻ പോയത്? അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്? ഇവളുടെ മുന്നിൽ വെച്ച് നിന്നെ എന്തെങ്കിലും മോശം പറഞ്ഞാ ഇവൾക്ക് സഹിക്കൂ? അതേ ചിന്നു ചെയ്തോളൂ. അനസൂയെ, ഈ നിൽക്കുന്ന അമ്മയുടെ പ്രായമുള്ള ആളല്ലേ സീതയും? അവരോട് നീ ഇങ്ങനെയാണോ മോളെ പെരുമാറേണ്ടത്? ചിന്നും നീയും ഏകദേശം ഒരേ പ്രായമല്ലേ? അവൾ ഈ വീട്ടു ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ അതായതുകൊണ്ടല്ലേ. നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാതെ നമ്മളെ സഹായിക്കാനാ ഇവരെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ നമുക്ക് ഭരിക്കാനല്ല. ജയേട്ടാ, ഞാൻ നിങ്ങളുടെ ഏട്ടന്റെ ഭാര്യ. മുറ പറഞ്ഞ ഏട്ടത്തിയായിട്ട് വരും. പിന്നെ ഞാൻ ജയേട്ടാന്ന് വിളിക്കുന്നതേ പ്രായം കൊണ്ട് മൂപ്പുള്ളത് കൊണ്ടാ. എങ്ങനെ നോക്കിയാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. ഇതിപ്പോ വാദിയെ പ്രതിയാക്കുന്ന വർത്താനവും പറഞ്ഞ് നിങ്ങളങ്ങ് പോയാലേ ഈ നിൽക്കുന്നവളുമാരുടെ മുമ്പില് ഞങ്ങളുടെ വില എന്താകും? ഇപ്പോഴും കുറ്റം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാ. അതേ ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ എന്നെയും എന്റെ മോളെയും കുറ്റപ്പെടുത്തിയേ ഇവറ്റകൾ ഇവിടെ നിൽക്കണ്ട. ജയേട്ടാ, ഇപ്പൊ തന്നെ പറഞ്ഞു വിട ഇവരെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും. ഞങ്ങളാണോ വലുത്, ഈ ജോലിക്കാരാണോ വലുതെന്ന് ഇപ്പൊ എനിക്കറിയണം. ഇതിലിപ്പോ വലുതിന്റെയും ചെറുതിന്റെയും ഒന്നും കാര്യമില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇവരെ പറഞ്ഞു വിടുന്നില്ല. ഓഹോ,
അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോണെന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പറയുന്നത് എന്തിനാ? അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കായി. ഞങ്ങൾ ഇറങ്ങിത്തരാം. ഇവരെ ഇവിടെ വെച്ച് വാഴിച്ചു. വാടി ഇങ്ങോട്ട്. എന്റെയോ എന്റെ ഭർത്താവിന്റെയോ ശബ്ദമല്ലാതെ ഈ വീട്ടിൽ മറ്റാരുടെയും ശബ്ദം ഇരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഈ വീടിന്റെ അടുക്കള ഇവിടുത്തെ ആഹാരം പാകം ചെയ്യാനും ഈ ഡൈനിങ് ഹാൾ ഇരുന്ന് ആഹാരം കഴിക്കാനുമുള്ളതാണ്, തമ്മിൽ പോരാടാനുള്ളതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പറയേണ്ടത് എന്നോടോ അല്ലെങ്കിൽ ജയേട്ടനോടോ ആണ്. ജയേട്ടനോട് പറഞ്ഞതാണല്ലോ. ഞാൻ സംസാരിക്കുന്നതിനിടയില് വർത്തമാനം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനാ ഇപ്പോ ഈ വീട്ടിലുള്ളവരോടൊക്കെ വരാൻ ഞാൻ പറഞ്ഞത്. നിന്റെ പ്രശ്നം എന്താ? ഇവരെന്റെ അമ്മയെ മതി, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ട. നിന്നെയും നിന്റെ അമ്മയും ഇവിടെ നിർത്തിയത് ഞാനാണ്. അപ്പോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ നീ അത് പറയേണ്ടത് ആരോടാ? അത് ചെയ്യാതെ നീ വഴക്കിന് പോവാണോ? ഏട്ടത്തിക്കിപ്പോ എന്താ വേണ്ടത്? ഇവരെ രണ്ടുപേരെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ അവരെ പറഞ്ഞുവിടാൻ മാത്രം കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല. നീലിമയും അനസൂയയുമാണ് അങ്ങോട്ട് വഴക്കിന് ചെന്നത്. അല്ലയോ, അങ്ങനെ എന്റെ ഭാര്യ മോളെ കുറ്റം പറയണ്ട. ജോലിക്കാരികളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം.